ഹലോ ഫ്രണ്ട്സ്, 2024 നടന്ന എല്ലാ LDC പരീക്ഷയുടെയും ചോദ്യപേപ്പറിലുള്ള ഫിസിക്കൽ സയൻസ് ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി പോർഷൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പബ്ലിക് ഹെൽത്തും ബയോളജിയും ഇല്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് LDC തിരുവനന്തപുരത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 42. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? G = 10 m/s² എന്ന് കൊടുത്തിട്ടുണ്ട്. സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. അതനുസരിച്ചാണെങ്കിൽ ഇവിടെ 0.02 × 10 × 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് C ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണം, വിസരണം, പൂർണ്ണ ആന്തരിക പ്രതിഫലനം, അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് അപവർത്തനമാണ്. ഓപ്ഷൻ D ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില ഏതാണ്? 0 ഡിഗ്രി സെൽഷ്യസ്, -273 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, 32 ഡിഗ്രി സെൽഷ്യസ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 32 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? സെപ്റ്റംബർ 23, ആഗസ്റ്റ് 23, ജൂലൈ 14, ഓഗസ്റ്റ് 14. ഇതിന് ശരിയായ ഉത്തരം ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ട തീയതി. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര്? ഗഗൻയാൻ, ശുക്രയാൻ, ആദിത്യ L1, മംഗൾയാൻ. പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും ആദിത്യ L1 ആണ് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യം. രാജദ്രാവകം അക്വാറീജിയ എന്നാൽ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ 1:3 റേഷ്യോ, നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 3:1 റേഷ്യോ, നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് 1:3 റേഷ്യോ, നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:2 റേഷ്യോ. രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ 1:3 റേഷ്യോ ആണ്. സ്വർണത്തെ പോലും ലയിപ്പിക്കാൻ ശേഷിയുള്ള ദ്രാവകമാണിത്. ചോദ്യം. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? പാൽ, സോഡിയം അമാൽഗം, കഞ്ഞിവെള്ളം, ചെളിവെള്ളം. ഇവിടുത്തെ യഥാർത്ഥ ലായനി എന്ന് പറയുന്നത് സോഡിയം അമാൽഗമാണ്. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? സിങ്ക് കാർബണേറ്റ്, സിങ്ക് ഹൈഡ്രോക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, സിങ്ക് സൾഫൈഡ്. ഇതിൻ്റെ കൃത്യമായ ഉത്തരം സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? 2023 ക്വാണ്ടം ഡോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കിട്ടിയിരുന്നത്. അടുത്തത് കൊല്ലം, കണ്ണൂർ LDCക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം Gയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ധ്രുവപ്രദേശങ്ങളിൽ Gക്ക് പരമാവധി മൂല്യമുണ്ട്. 2. ഭൂമധ്യരേഖാ പ്രദേശത്ത് Gക്ക് പരമാവധി മൂല്യമുണ്ട്. 3. ഭൂകേന്ദ്രത്തിൽ Gയുടെ വില 0 നമുക്കറിയാം ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ധ്രുവപ്രദേശങ്ങളിലാണ് പരമാവധി മൂല്യമുള്ളത്. അതേപോലെ തന്നെ ഭൂകേന്ദ്രത്തിൽ Gയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നതെന്ന് പറയുന്നത് ഓപ്ഷൻ C 1 and 3 ആയിരിക്കും. അടുത്ത ചോദ്യം. H ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? അതായത് ഹൈറ്റിൻ്റെ പകുതി ഹൈറ്റ് ആകുമ്പോൾ ഗതികോർജം എത്രയാണോ അതിന് തുല്യമായിരിക്കും സ്ഥിതികോർജം. അങ്ങനെയാണെങ്കിൽ ഉത്തരം വരുന്നത് 1:1 എന്നായിരിക്കും ഇത് തമ്മിലുള്ള റേഷ്യോ വരുന്നത്. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. അതായത് ശബ്ദതരംഗങ്ങൾ ഏത് സ്പീഡിലായിരിക്കും ഇതിലൂടെ കടന്നു പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ശുദ്ധജലം, വായു, സമുദ്രജലം. ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ A ആണ്. വായു, ശുദ്ധജലം, സമുദ്രജലം ഈ ഓർഡറിലായിരിക്കും ആരോഹണ ക്രമത്തിൽ ഇത് വരുന്നത്.
അടുത്ത ചോദ്യം. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? 1.5%, 2%, 10%, 1%. ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1%. ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്? യൂറിയ, സൾഫർ ട്രയോക്സൈഡ്, അമോണിയ, നൈട്രിക് ആസിഡ്. ഇവിടെ ശരിയായ ഉത്തരം അമോണിയാണ്. അമോണിയയുടെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഒരു കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ്, സിങ്ക്. കലാമിൻ എന്നത് സിങ്കിൻ്റെ അയിരാണ്. ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഇവിടുത്തെ തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പരും മാസ് നമ്പരും 1. ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ഭിം, വിക്രം, ധ്രുവ്, പ്രജ്ഞാൻ. ഇവിടെ പ്രജ്ഞാനാണ് ചന്ദ്രയാൻ 3 മിഷൻ്റെ റോവർ. ഇത് കോട്ടയം ജില്ലയുടെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത്? മീറ്റർ, പ്രകാശവർഷം, ക്യാൻഡല. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമാണ്. ക്യാൻഡല എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റാണ്. ബാക്കി 2 മാത്രമാണ് ദൂരത്തിൻ്റെ യൂണിറ്റായിട്ട് വരുന്നത്. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ വിസരണം, ടിൻഡൽ പ്രഭാവം, പ്രകാശ പ്രകീർണം, പ്രകാശ പ്രതിപതനം. പ്രകാശ പ്രകീർണമാണ് മഴവിലുണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 0.810. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? LVM-3, HRLV, PSLV C-35, PSLV C-57. PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത്. ചോദ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേരെന്താണ്? വിക്രം, പ്രജ്ഞാൻ, അപ്പോളോ, ഗഗൻയാൻ. പ്രജ്ഞാനാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേര്. എന്താണ് കേവല 0 ഊഷ്മാവ്? കേവല 0 ഊഷ്മാവ് എന്ന് പറയുന്നത് -273 ഡിഗ്രി സെൽഷ്യസിനെയാണ്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്തു പറയുന്ന പേരെന്താണ്? ലോഹങ്ങൾ, പ്രാതിനിധ്യ മൂലകങ്ങൾ, അലോഹങ്ങൾ, സംക്രമണ മൂലകങ്ങൾ. ഓപ്ഷൻ ബി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് എസ് ബ്ലോക്കിനെയും പി ബ്ലോക്ക് എലമെൻസിനെയും കൂടെ ചേർത്ത് പറയുന്ന പേര്. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. നമുക്കറിയാം ലോഹങ്ങൾ വീക്കായിട്ടുള്ള ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജനെയാണ് റിലീസ് ചെയ്യുന്നത്. പുതുതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വം. ഗ്രാഫൈറ്റ്, കാർബൺ നാനോ ബഡുകൾ, ഡയമണ്ട്, കോക്ക്. ഇവിടുത്തെ ഉത്തരം കാർബൺ നാനോ ബഡുകളാണ് പുതിയതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വം എന്ന് പറയുന്നത്. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഇതിപ്പോൾ റെലവൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, ഈ വർഷത്തേത് നോക്കുക. ഇത് ആലപ്പുഴ ജില്ലയിലെ LDC എന്നുള്ള ചോദ്യങ്ങളാണ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് അപവർത്തനം, പ്രതിഫലനം, വിസരണം, പൂർണ്ണ ആന്തര പ്രതിഫലനം. ഉത്തരവെന്ന് പറയുന്നത് വിസരണമാണ്. പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി സ്പ്ലിറ്റായിട്ട് കാണുന്നതിനെ വിസരണം എന്നാണ് പറയുന്നത്. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമത്തെയാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ആർക്കിമിഡീസ് തത്വം, ബെർണോളിസ് തത്വം, പാസ്കൽസ് നിയമം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്.
ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണേ, പാസ്കൽസ് നിയമം. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? ജനശതാബ്ദി എക്സ്പ്രസ്, വന്ദേ ഭാരത് എക്സ്പ്രസ്, കേരള എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ട്രെയിൻ 18 എന്നറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രം, ആര്യഭട്ട, രംഭ, ആദിത്യ. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേരെന്ത്? ഒഗനൈസൺ, ടെന്നസിൻ, മോസ്കോവിയം, നിഹോണിയം. ഇതിലെ ഓപ്ഷൻ എ ഒഗനസൺ ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ എലമെൻ്റ് എന്ന് പറയുന്നത്. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഘാട ആസിഡുകൾ ചേർന്നാണ് അക്വാ റീജിയ ലഭിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന റേഷ്യോയിലായിരിക്കും അക്വാ റീജിയയിൽ ഉണ്ടായിരിക്കുക. ചോദ്യം: ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിലേറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ഹെൻറി മോസ്ലി മോഡേൺ പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ തിരിച്ചിട്ടുള്ളത്. മെൻഡലീവ് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ തിരിച്ചിട്ടുള്ളത്. ന്യൂലാൻഡ്സിൻ്റെ ആണ് അഷ്ടക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഡോബർണിയറിൻ്റെ ആണ് ത്രൈകങ്ങൾ, ട്രിപ്ലെറ്റ്സ് റൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ഓസ്മിയം, മെർക്കുറി, ക്രോമിയം, ഇറിഡിയം. ഏറ്റവും കാഠിന്യമുള്ള ലോഹം എന്ന് പറയുന്നത് ക്രോമിയമാണ്. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ബോയിൽ നിയമം അനുസരിക്കാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബോയിൽ നിയമം അനുസരിച്ച് പ്രഷറും വോളിയവും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4ാമത്തെ ഗ്രാഫിൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നതായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ LDCയിൽ വന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം, സിലിണ്ടറിക്കൽ ദർപ്പണം, കോൺകേവ് ദർപ്പണം. ഇടുക്കി ജില്ലയിലെ LDCയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 42 മുതലാണ് ഫിസിക്സ് കെമിസ്ട്രി വരുന്നത്. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം, സിലിണ്ടറിക്കൽ ദർപ്പണം, കോൺകേവ് ദർപ്പണം. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കോൺകേവ് ദർപ്പണമാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം ഡാഷ് ആണ്. അഭികേന്ദ്രബലം, അപകേന്ദ്രബലം എയുമല്ല ബിയുമല്ല. എയും ബിയും ശരിയാണ്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് അഭികേന്ദ്രബലമാണ് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം. ചോദ്യം: ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ്? ആംപിയർ, കെൽവിൻ, ഡെസിബൽ, മോൾ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് ഡെസിബലാണ് ഉപയോഗിക്കുന്നത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം? ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഇന്ത്യയാണ്. 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിനാണ്. ബാക്കി 3 പേർക്കുമായിരുന്നു നോബൽ പ്രൈസ് കിട്ടിയത്. 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആര്? ഇവിടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിനാണ് ലഭിക്കാത്ത വ്യക്തി. ബാക്കി 3 പേരുകൂടെ ഷെയർ ചെയ്താണ് എടുത്തിരുന്നത് ഫിസിക്സിലെ നോബൽ പ്രൈസ് 2023. അക്വാ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം? സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. ഇവിടെ ഓപ്ഷൻ ബി കാർബണും നൈട്രജനുമാണ് അലോഹങ്ങളായിട്ടുള്ളത്. ചോദ്യം: തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ടാനിക് ആസിഡ്. തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്.
50ഉം 51ഉം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. എറണാകുളം ജില്ലയിലെ LDC പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്, ഫിസിക്സ് കെമിസ്ട്രി ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് Pക്ക് 450 സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തം ഉണ്ട്. 150 ഗ്രാം മാസ് വരുന്ന പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് Qന് 300 സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തം ഉണ്ട്. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഈ 2 പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ എന്തായിരിക്കും ഉത്തരമെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രത ഈ പാക്കറ്റുകൾ Pയുടെയും Qൻ്റെയും പാക്കറ്റുകളുടെ സാന്ദ്രതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലോ കൂടുതലാണെങ്കിൽ ഉള്ള ഫലമായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്, അതായത് പിണ്ഡം ബൈ വ്യാപ്തമാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ഇപ്പോൾ ഓൾറെഡി വാട്ടറിൻ്റെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കുന്ന സമയത്ത് വാട്ടറിൻ്റേതെന്ന് പറയുന്നത് 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും സാന്ദ്രത എന്ന് പറയുന്നത്. അതേപോലെ നമ്മളിവിടെ Pയുടേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് Pയുടെ സാന്ദ്രത എന്ന് പറയുന്നത് 2 ഗ്രാം പെർ മീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതുപോലെ തന്നെ Qവിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് 150/300 = 0.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും Qവിൻ്റെ ഡെൻസിറ്റി വാട്ടറിനേക്കാളും കുറവും Pയുടെ ഡെൻസിറ്റി വാട്ടറിനേക്കാളും കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കൂടുതലുള്ള ആൾ താഴ്ന്നു പോകുകയും ഡെൻസിറ്റി കുറവുള്ള Q പൊങ്ങിക്കിടക്കുകയും ചെയ്യും. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് P മുങ്ങുന്നു Q പൊങ്ങിക്കിടക്കുന്നു എന്നുള്ള ഓപ്ഷൻ C ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശബ്ദത്തിൻ്റെ ഘോഷം ലൗഡ്നെസ് മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ സെൻസിറ്റിവിറ്റി ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിൻ്റെ തീവ്രത ഇൻറ്റൻസിറ്റി മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ശബ്ദത്തിൻ്റെ ഘോഷം ലൗഡ്നെസ് ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ്. ശബ്ദത്തിൻ്റെ തീവ്രത ഇൻറ്റൻസിറ്റി ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല. മുകളിലെ പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ A 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്, 3ഉം 4ഉം തെറ്റാണ്. അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ഘോഷം ലൗഡ്നെസ് മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയെ ആശ്രയിച്ചായിരിക്കും. അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ തീവ്രത മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 44. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദതരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? അൾട്രാസൗണ്ട്, ഇൻഫ്രാസൗണ്ട്, ഓഡിയബിൾ സൗണ്ട് ഇവയൊന്നുമല്ല. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻഫ്രാസൗണ്ടാണ്. 45. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ മാസത്തിലെ കറുത്തവാവ്, ഡിസംബർ മാസത്തിലെ കറുത്തവാവ്, സെപ്റ്റംബർ മാസത്തിലെ കറുത്തവാവ്, ജനുവരി മാസത്തിലെ കറുത്തവാവ്. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ കറുത്തവാവാണ്. അടുത്ത ചോദ്യം. 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണെന്നാണ് ചോദ്യം. ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് C ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47ഉം 48ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം. രക്തത്തിൻ്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിൻ്റെ pH തിരിച്ചറിയുക. അപ്പം 5.6, 7, 7.4, 7.8. നമുക്കറിയാം ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് നേച്ചറുള്ള എല്ലാത്തിൻ്റെയും pH 7ന് മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് 7.4 ആണ്.
താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ഐസ് ഉരുകുന്നത്, മെഴുകുരുകുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളയ്ക്കുന്നത്. രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നത് ഏതിലാണ്? അപ്പോൾ ഇതിൽ റിവേഴ്സിബിൾ അല്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്നതും മുട്ട തിളയ്ക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം. ഹരിത രീതിയിൽ വസ്ത്രം അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു? ഹൈഡ്രജൻ പെറോക്സൈഡ്, ബ്ലീച്ചിങ് പൗഡർ, കാർബൺ ഡയോക്സൈഡ് ദ്രാവകം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഇവിടെ ഓപ്ഷൻ എ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ആൻസർ വരുന്നത്. പത്തനംതിട്ട LDCയിൽ ചോദിച്ച സയൻസ് ക്വസ്റ്റ്യൻസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ്. സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം, റേഡിയസ് 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഇവിടെ നമ്മളോട് ഫോക്കസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. ഫോക്കസ് R/2 ആണ്. അതുകൊണ്ട് തന്നെ 40 സെൻറ്റിമീറ്റർ ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ മുൻപും പറഞ്ഞായിരുന്നു, പാസ്കൽസ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? വിക്രം, പ്രഗ്യാൻ, ധ്രുവ്, ആദിത്യ. ഇവിടുത്തെ ആൻസർ പ്രഗ്യാൻ ആണ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ? പ്ലാസ്മ, വാതകം, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ദ്രാവകം. സി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ. പ്ലാസ്മ 4ാമത്തെ അവസ്ഥയാണ്. ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ: കോപ്പർ, സിങ്ക്, നിക്കൽ, കോപ്പർ, ടിൻ, സിങ്ക്, കോപ്പർ, ലെഡ്, സിൽവർ, കോപ്പർ, അയൺ, ക്രോമിയം. ലെഡ് ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നത് കോപ്പർ, ടിൻ, സിങ്ക് ആണ്. ഓപ്ഷൻ ബി കോപ്പർ, ടിൻ, സിങ്ക് ആണ്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH 5, 7-8, 6.5 തൊട്ട് 7.2 വരെ, 8. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് കുറച്ച് അസിഡിക് pH ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഉത്തരം 5. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം: ടേബിൾ സോൾട്ട്, ബ്ലൂ വിട്രിയോൾ, ജിപ്സം, സിൽവിൻ. കറക്റ്റായിട്ടുള്ള ആൻസർ ടേബിൾ സോൾട്ട് ആണ്. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് 2023 കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം: മഗ്നീഷ്യം, സോഡിയം, ലിഥിയം, ബ്രോമിൻ. നമുക്കറിയാം ലിഥിയം അയോൺ ബാറ്ററികളാണ് ലിഥിയം.